കൂടെ കൊണ്ടുവാ മാനേ മാറാപ്പിലേ ഹോയ് വെയിൽ വരുത് നിഴൽ കൊണ്ടുവാ മന്നാൻ പേരൻപിലേ മഴ പോൽ നീ പൊഴിந்தாத்தேனே மழை வருது கூடை கொண்டு வா மானே மாறாப்பிலே ஹோய் வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே மழை போல் நீ பொழிந்தாத்தேனே மழை வருது கூடை கொண்டு வா மானே மாறாப்பிலே வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே மழை போல் நீ பொழிந்தாத்தேனே மழை வருது கூடை கொண்டு வா மானே மாறாப்பிலே ஹோய் வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே சாட்சி நிலமும் வானும் நமது ஆட்சி உலகமெங்கும் அதற்கு சாட்சி இளைய தென்றல் தாலாட்டு பாடும் இனிய ராகம் கேட்கும் வா வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே ஹோய் மழை வருது கூடை கொண்டு வா மானே மாறாப்பிலே மழை போல் நீ பொழிந்தாத்தேனே மழை வருது கூடை கொண்டு வா மானே மாறாப்பிலே ஹோய் வெயில் வருது நிழல் கொண்டு வா மன்னான் பேரன்பிலே ആന്യ എന്തോ നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജസിനോട്. ബെനി ചേച്ചി മോളെ എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു. ഞാൻ ആദ്യം പേപ്പറിൽ ഞാൻ നല്ല വോയിസ് കൺട്രോൾ, ഭയങ്കര കൺട്രോള് ചെയ്ത് അത് പാടിയെടുക്കുക എന്ന് പറയണത് ഭയങ്കര കഷ്ടമായ ഒരു കാര്യമാണ്. ചേച്ചി ആനി ഇപ്പൊ മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. ആണോ? ബാംഗ്ലൂരാണ്. അപ്പൊ മലയാളത്തിൽ പറയാലോ, പറയാം. മനസ്സിലാവൂലേ?
മനസ്സിലാവും. വെരി ഗുഡ് വോയിസ് കൺട്രോൾ. താങ്ക് യു. നല്ല ആൻഡ് വോയിസും വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസമുണ്ട്. എനിക്ക് മോളുടെ വോയിസ് ഇടയ്ക്ക് ഡ്രൈ ആയി. അതൊക്കെ മോൾ ബാക്കി പാടിയ ആ ഒരു നല്ല ഒരു എന്താ പറയണ ഒരു ഫീലിങ്ങിൽ ആ ഗ്ലുമൊക്കെ കുറച്ച് എന്താ പറയണേ, ഞാൻ കേട്ടോ ഇവരല്ല, ഞാൻ ക്ഷമിച്ചു. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് ആ ഉലകം എങ്കും നമ്മത് അതില്ലേ സൂപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് 3 പേരും സൂപ്പർ എഴുതി. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അത് അത്രയും അത് കൺട്രോൾ ചെയ്ത് പാടുന്നു. അതുകൊണ്ടാണ് ആ ഒരു താലാട്ടിൽ അവിടെ ഒരു പൊട്ടിപ്പോയത് സംഗതി. നമ്മൾ അത് ഇനി മോള് പോക ഇപ്പൊ കുഞ്ഞല്ലേ, മോള് പോക അത് പഠിക്കും കേട്ടോ. അത് നല്ല രസമായിട്ടത് മേലെ ആ സംഗതികൾ എടുക്കുമ്പോഴും അതെങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് കൊണ്ടാണ്. ഈ പ്രായത്തിൽ ഇത്രയും പാടിയില്ലേ. എന്താണെങ്കിലും മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴേ വളരെ ഇഷ്ടമാണ്. MSV സാറിൻ്റെ ഒരു പാട്ടില്ലേ, അത് ഓർമ്മ വരുന്നു. ഒരു 2 വരി അതൊന്ന് അറിയോ? നിലവേന്നിടം നിലവേന്നിടം നെരുങ്ങാതെ നീ നിனைக்கும் இடத்தில் நான் இல்லை. நிலவேனிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை. மலரேனிடம் மயங்காதே நீ மயங்கும் வகையில் நான் இல்லை. நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் இல்லை. എന്തൊരു MSV സാർ, എന്തൊരു പാട്ടാണ്. അതെല്ലാം ഈ ഒരു മെട്ടില് ഒരു ഭാഗ്യശ്രീ ബേസിൽ ടച്ച് വരണോണ്ട് പാടിയതാണ്. എന്താണല്ലേ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചേട്ടാ ആന്യ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. കഴിഞ്ഞ റൗണ്ടിലെ ആ ക്ഷീണമൊക്കെ കുറച്ച് മാറ്റി ആന്യ നന്നായിട്ട് തന്നെ ഇന്ന് പെർഫോം ചെയ്തു. അപ്പോൾ ഇതിൽ മോളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ആ തേനെ ഓരോ സ്റ്റാൻസയിലും ഓരോരോ രീതിയിലാണ് വരുന്നത് അല്ലേ. ലാസ്റ്റ് തേനെ എങ്ങനെയായിരുന്നു എല്ലാം, പക്ഷെ റൈറ്റ് ആയിട്ട് തന്നെ പാടി. ആ തേനെ ഒന്ന് പാടിക്കേ. നൈസ്. ആദ്യം അല്ലേ, 2 സംഗതി, അത് രണ്ടും റൈറ്റ് ആയിട്ട് പഠിച്ച് അത് പാടിയിട്ടുണ്ട്. കാരണം ഞാൻ അതൊക്കെ അത് പാടുവോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊക്കെ മോള് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് യു ഹാവ് ലേൺഡ് ദ സോങ്. പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രൈ ആയി, ഇറ്റ്സ് ഓക്കെ. കാരണം ഇതൊരു ഡുവറ്റ് സോങ് ആകുമ്പം 2 പേര് പാടേണ്ട പാട്ട് ഒരാൾ പാടുമ്പം ശ്വാസം എടുക്കുന്നതും ഒക്കെ പ്രയാസമാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയേ നമ്മൾ മാർക്ക് ഇടുകയുള്ളൂ കേട്ടോ. മോള് ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും ഗംഭീരമായിട്ട് പാടിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. വെരി നൈസ്. പിന്നെ കരങ്ങൾ അതൊന്ന് പാടാം മോളെ. കടந்த കാലം മറന്നു പോവും ചേർത്ത്, കരങ്ങൾ ചേർത്ത്. അവിടെ ഡിക്ഷൻ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മോള് ചേർത്തെന്ന് തന്നെ പാടി, മലയാളം കറക്റ്റ് ആയിട്ട് പാടി. കരങ്ങൾ ചേർത്ത് കരങ്ങൾ ചേർത്ത് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എല്ലാം ഒരുവിധം പാടി. പിന്നെ മാനേ ഉന്മാറാപ്പിലേ അത് പാടിക്കേ. ഈ ഹൊയ് അങ്ങനെ ഇല്ല. ഒറിജിനൽ കേട്ടിട്ടുണ്ടോ ദാസാറ്? മാനേ ഉന്മാറാപ്പിലേ ഹൊയ് അങ്ങനെ
അങ്ങനെ പാടണം. ഒന്നും കൂടി പാടി. തൊട്ടോ തൊട്ടു തൊട്ടില്ല. അതെ. ഇപ്പോഴും ഹോയ്ക്കൊരു സ്ട്രെസ് ഉണ്ട്. മാനേ ഉന്മാറാപ്പിലേ ഹോയ്. ശബാഷ്. ഓൾമോസ്റ്റ് അത് ഭയങ്കര ഇത് കൊടുക്കും. അത്ര ഹോയ്. അതിപ്പം ഒരു നമ്മള് ഹോയ് ഹോയ് അതല്ലല്ലോ പാട്ട്. ഒരു മഴയുടെ സോങ് അല്ലേ. ഒരു ടച്ചാണ് അത് കേട്ടോ. പോവല്ല ഹായും അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് മാത്രം എനിക്ക് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ ബാക്കിയൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടി. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മിസ്റ്റേക്സ് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. നൈസ് പെർഫോമൻസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക, ആന്യ, എന്റെ ഫീനിക്സ് പക്ഷി, നീ ഉണർന്നു മോളെ. ആദ്യം തന്നെ പറയട്ടെ, ബ്യൂട്ടിഫുൾ വോയിസ്, ബ്യൂട്ടിഫുൾ. മോള് നന്നായിട്ട് ഈ സോങ് ക്യാരി ചെയ്തു ടിൽ ദി എൻഡ് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിൻ്റെ ഇടയിൽ ത്രോട്ട് ഒന്ന് ഡ്രൈ, ബട്ട് ഇറ്റ് വോണ്ട് എഫക്ട് യുവർ മാർക്സ് കേട്ടോ. അത് ഇപ്പോഴേ പറയാം, ബിക്കോസ് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മോള് അതിമനോഹരമായിട്ട് മോള് പാടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പെർഫോമൻസിൽ ആന്യ ഇങ്ങനെ ഒന്ന് ഡൗൺ ആയപ്പം നമ്മളെല്ലാവരും ഡൗൺ ആയി. അതെ അതെ. ഇപ്പൊ യു ആർ ബാക്ക്. സൂപ്പർ. ഞാൻ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ ആനയുടെ മദറിനെ കണ്ടു. ഞാൻ നോക്കുമ്പോൾ ആനയുടെ മദർ ഇങ്ങനെ ഒരു കർച്ചൂം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ടെൻഷനാണോ? അമ്മയല്ലേ. എനിക്ക് അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഷീൽ ബി ഫൈൻ. ഫൈൻ ഫൈൻ ആന്യ കുട്ടി. ഓജസ്സും തേജസ്സും ഉള്ള. അതെ. ഒന്നുമില്ല. അതൊക്കെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയെ കാണണം. പോട്ട്. ആനിപ്പോ ഭയങ്കര വൈറലാ. നമ്മളുടെ മീശമാധവനിലെ ആ സാധനമൊക്കെ ഭയങ്കര വൈറലാ. അത് ആണല്ലേ? യെസ്. ഓക്കെ. അപ്പൊ അഗൈൻ ഈ വൈറലാവും തോറും അതെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. അത് ഞാൻ ചെയ്യില്ല. ഹംബിൾ ആവുക. നമ്മൾ എത്ര ഫെയിം കിട്ടിയാലും നമുക്ക് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്നും ഉണ്ടാവണം മക്കളെ. നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ്. നിങ്ങൾ ഇന്ന് സ്റ്റാറായിട്ട് നാളെ ആരും ആവാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ചിട്ട് തകർന്നടിഞ്ഞ ഒരുപാട് പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും ആയിട്ടുണ്ട്. ഈ ഞാൻ എന്ന ഭാവം അത് കളയാൻ എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും വലിയവനോ ചെറിയവനോ അങ്ങനൊന്നും ഇല്ലാതെ. അങ്ങനെ ഒന്നുമില്ലാതെ. അതാണല്ലോ മറ്റേ ആരു വലിയവൻ ആരു ചെറിയവൻ ഈ സച്ചിദാനന്ദ സംഗീത വേളയിൽ ആലാപനം. അത്രേ ഉള്ളൂ ആനിയ. ആൻഡ് യു നോ വൺസ് അഗൈൻ ഗുഡ് ടു ഹാവ് യു ബാക്ക് മോളെ. ആന്യ, മാർക്സ് ചോദിക്കാം. ഷാനിക, വെൽക്കം ബാക്ക് ആനിയ. യു ഗെറ്റ് 9. സൂപ്പർ. ഹരിച്ചേട്ടാ 9 marks. താങ്ക് യു ഹരിച്ചേട്ടാ. ചേച്ചി കേക്കണമാ 9. 27 മാർക്സ്. സൂപ്പർ.